കേന്ദ്ര സർക്കാരും കോടതിയും തമ്മിൽ നിയമനിർമ്മാണത്തെയും ജഡ്ജിമെന്റുകളെയും ചൊല്ലിയുള്ള ഈ ഒരു അഭിപ്രായ ഭിന്നത പിന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ പോയാൽ ഇത് ഏത് രീതിയിൽ ചെന്നെത്താനാവാനിരിക്കും സാധ്യത? സാറിന് എന്താണ് തോന്നുന്നത്? നിയമനിർമ്മാണം, അധികാരപരിധി, അതുപോലെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനം, ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങളിൽ കാലാകാലങ്ങളായി കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സുപ്രീം കോടതിയും മറ്റ് കോടതികളുമൊക്കെയായി ചില അഭിപ്രായ ഭിന്നതകൾ നിലവിലുണ്ടായിരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത്ര ശക്തവും വ്യക്തവും അതുപോലെ കൃത്യവുമായ ഒരു അഭിപ്രായ പ്രകടനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. കോടതി ഇതുവരെ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സൂചനകൾ കൊടുക്കുകയോ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ചർച്ച ജനാധിപത്യത്തിന് ആരോഗ്യകരമായിട്ടുള്ള ഒരു ചർച്ചയാണ്. ഇതിൻ്റെ ഒരു പോസിറ്റീവായ വശം എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ഒരു 1993 ശേഷം ഉള്ള ഒരു കാലഘട്ടത്തിൽ ഏതാണ്ട് 30-35 കൊല്ലത്തെ ഒരു കാലഘട്ടം എടുത്താൽ, 93 എന്ന് ഞാൻ പറഞ്ഞത് അന്നാണ് കൊളീജിയം സംവിധാനം നിലവിൽ വരുന്നത്. അപ്പോൾ അതിനുശേഷം ആദ്യമായിട്ടാണ് സർക്കാരുകൾ ഈ ഈ വിഷയത്തിൽ ഒരു വിമർശന ബുദ്ധിയ പല കാര്യങ്ങളെയും പരിശോധിക്കുകയും കോടതിയും സർക്കാരുകളും തമ്മിൽ ഉള്ള ബന്ധത്തിന് വന്നിരിക്കുന്ന മാറ്റത്തെ അവലോകനം ചെയ്യുകയും ചെയ്യുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ നിലനിൽപ്പിന്, അത് സർക്കാരാണെങ്കിലും പാർലമെന്റ് ആണെങ്കിലും കോടതികളാണെങ്കിലും, ഇതെല്ലാം തന്നെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഇവയുടെ ആരോഗ്യകരവും അതുപോലെ സമൂഹത്തിന് പ്രയോജനപ്പെടുന്നതും ആയ ഒരു നിലനിൽപ്പ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമാണ്. അപ്പോൾ ഇത്തരം വിലയിരുത്തലുകൾ ആവശ്യമാണ്. സാധാരണഗതിയിൽ പൊതുജനങ്ങളാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും സർക്കാരാണെങ്കിലും കോടതിയെ വിലയിരുത്തുന്നത് എന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ, അല്ലെ ജഡ്ജ്മെന്റുകളെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ, സുതാര്യതയെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഒരല്പം ഭയത്തോടാണ് ഇടപെടുന്നത്. കാരണം മാധ്യമങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. കാരണം ഇതെല്ലാം തന്നെ കോടതി അലക്ഷ്യങ്ങളായിട്ടൊക്കെ വ്യാഖ്യാനിക്കപ്പെടാവുന്നതാണ്. പക്ഷേ ആദ്യമായിട്ട് കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായ ഒരു നിലപാടെടുത്തിരിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഒരു സംഭവവികാസം. ഇതെങ്ങനെ അവസാനിക്കും എന്ന് ചോദിച്ചാൽ, ഇതെങ്ങനെ ഇരു വിഭാഗവും എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. എന്തായാലും എനിക്ക് തോന്നുന്നത്, വളരെ കൃത്യമായ ചില ചോദ്യങ്ങൾ കേന്ദ്രം ഉന്നയിച്ച സ്ഥിതിക്ക് അത് മറുപടി ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. അപ്പോ ഈ ഉന്നയിച്ചിരിക്കുന്ന സംശയങ്ങൾക്കും ഉന്നയിച്ചിരിക്കുന്ന ചില വിഷയങ്ങൾക്കും തീർച്ചയായിട്ടും പരിഹാരം, അതിലേക്കുള്ള നടപടികൾ തുടങ്ങും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് ഈ തുടക്കം മുതലേ ഈ പ്രശ്നങ്ങളെ കുറിച്ചൊന്ന് വിലയിരുത്തി ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് അവിടെ നമുക്ക് പുറകോട്ട് പോകാം. ഈ കഴിഞ്ഞ ദിവസം കേന്ദ്ര നിയമകാര്യ മന്ത്രി കിരൺ റിജ്ജു വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവന എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ നമുക്ക് കേന്ദ്ര സർക്കാർ ഇത്രയും ഒരു ശക്തമായ ഒരു പ്രസ്താവനകൾ നടത്തിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതായത് കിരൺ റിജ്ജു പറഞ്ഞത്, പാർലമെന്റ് ഒരു നിയമം പാസാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിശുദ്ധി സുപ്രീം കോടതി തൊട്ടുള്ള എല്ലാ കോടതികളും അത് ഉൾക്കൊള്ളും, അംഗീകരിക്കും എന്നാണ്. അതായത് ഡ്യൂ പ്രോസസ് അനുസരിച്ച് പാർലമെന്റിൽ നടത്തപ്പെടുന്ന നിയമനിർമ്മാണത്തിനെ കോടതികൾ അതേ വിശുദ്ധിയോടുകൂടി അംഗീകരിക്കും എന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നാണ് കിരൺ റിജ്ജു പറഞ്ഞത്. അദ്ദേഹം ഈ വിഷയം കുറച്ചുകൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്തു. അങ്ങനെ എലാബറേറ്റ് ചെയ്തപ്പോൾ, വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ എന്തെങ്കിലും പാസാക്കുന്ന നിയമത്തിൽ എന്തെങ്കിലും ഭരണഘടനാ വിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വസ്തുതകൾ ഉണ്ടെങ്കിൽ ആ ക്ലോസസിനെ കുറിച്ച് സുപ്രീം കോടതിക്ക് ഇടപെടാം, തീർച്ചയായിട്ടും. പക്ഷെ ആ മുഴുവൻ പ്രോസസ്സിനെ, അതിൻ്റെ ഒരു വിശുദ്ധിയെ കോടതി ബഹുമാനിക്കേണ്ടതുണ്ട്. ഇതാണ് അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം, അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ കോടതി ഇതുപോലുള്ള നിയമനിർമ്മാണത്തിന്റെ മേഖലയിലേക്ക് ചുവട് വെക്കില്ല എന്ന് തന്നെയാണ് താൻ പ്രതീക്ഷിക്കുന്നത്. നാളെ സർക്കാർ കോടതിയുടെ ഒരുപാട് ജഡ്ജ്മെന്റുകളെ കുറിച്ച് കമന്റ് ചെയ്യുകയും അതുപോലെ ജുഡീഷ്യൽ പ്രോസസ്സിൽ ഇടപെടുകയും ഒക്കെ ചെയ്താലത്തെ അവസ്ഥ എന്തായിരിക്കാം? അത്
നല്ലതിനായിരിക്കില്ല. അപ്പോൾ കിരൺ റിജ്ജുവിൻ്റെ പ്രസ്താവനയും ആ പ്രസ്താവനയിൽ അടങ്ങിയിരിക്കുന്ന സന്ദേശവും വളരെ വ്യക്തമാണ്. കോടതികളും സർക്കാരും അതുപോലെ നിയമനിർമ്മാണ സഭയും കോടതികളും ഇവയെല്ലാം തന്നെ പരസ്പര ബഹുമാനത്തോടുകൂടി ആ വിശുദ്ധി പരസ്പരം അംഗീകരിച്ച്, അതായത് ഒരു നിയമനിർമ്മാണം പാർലമെന്റ് നടത്തിയാൽ അത് നടപടികളും ചട്ടങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് തന്നെ ആണ് നടത്തുന്നത്. പാർലമെന്റിൽ നിരവധി ദിവസത്തെ ചർച്ചകളുണ്ട്. ഭൂരിപക്ഷത്തിന്റെ വോട്ടിനിട്ടാണ് നിയമങ്ങൾ പാസ്സാക്കുന്നത്. അപ്പോൾ ആ പ്രോസസ്സിന് മൊത്തത്തിൽ ഒരു സുതാര്യതയുണ്ട്. ആ സുതാര്യതയുള്ള പ്രോസസ്സ്, അതിൻ്റെ ഒരു വിശുദ്ധി കോടതികൾ അംഗീകരിക്കണം എന്ന് തന്നെ വളരെ കൃത്യമായ നിലപാടാണ് കിരൺ റിജ്ജു എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനു മുമ്പ് നമ്മുടെ ഉപരാഷ്ട്രപതി നടത്തിയ പ്രസംഗത്തിൽ ജഗ്ദീപ് ധൻഖർ വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരു ഭാഗം അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ എക്സ് പ്ലാറ്റ്ഫോമിലുള്ള അക്കൗണ്ടിൽ, അതായത് പഴയ ട്വിറ്ററിലുള്ള അക്കൗണ്ടിൽ കൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ അദ്ദേഹം പറയുന്നത് ഭരണഘടനയുടെ 124 രണ്ടാം അനുച്ഛേദ പ്രകാരമാണ് ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഭരണഘടനയിൽ എഴുതിയിരിക്കുന്നത് വിത്ത് കൺസൾട്ടേഷൻ, അതായത് പ്രസിഡന്റ് വിൽ അപ്പോയിന്റ് വിത്ത് കൺസൾട്ടേഷൻ വിത്ത് ചീഫ് ജസ്റ്റിസ് എന്നാൽ ആണ്, അല്ലാതെ നോട്ട് വിത്ത് കൺകറൻസ് വിത്ത് ചീഫ് ജസ്റ്റിസ് എന്നല്ല. ഈ കൺസൾട്ടേഷനും കൺകറൻസിനും രണ്ടർത്ഥങ്ങളാണുള്ളത്. ഈ കൺസൾട്ടേഷൻ എന്ന് വെച്ചാൽ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്ത അഭിപ്രായം മനസ്സിലാക്കിയതിന് ശേഷം, കൺകറൻസ് എന്ന് പറയുന്നത് അവിടെ അദ്ദേഹത്തിന് ഒരു അധികാരം കൊടുക്കുന്നത് പോലെയാണ്. അപ്പോൾ കൺകറൻസ് അല്ല, കൺസൾട്ടേഷൻ ആണ്. 1993 സുപ്രീം കോടതി ഈ വാക്ക് കൺസൾട്ടേഷൻ എന്നുള്ളത് കൺകറൻസ് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചിരിക്കുകയാണ് എന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പറഞ്ഞു. ആ വ്യാഖ്യാനത്തോട് അദ്ദേഹം വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, അദ്ദേഹം ഈ വിഷയത്തിൽ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറെ കോട്ട് ചെയ്ത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു. അതായത് അങ്ങനെ ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ജഡ്ജിമാരുടെ അപ്പോയിന്റ്മെന്റിൽ വീറ്റോ അധികാരം നൽകുന്നതിനോട് യോജിപ്പില്ല എന്ന് ബാബാ സാഹേബ് അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയിൽ അത് വ്യക്തമാക്കിയിരുന്നു. മാത്രവുമല്ല, അതായത് അങ്ങനെ ഒരു അധികാരം ഓരോ സമയത്ത് ഭരിക്കുന്ന സർക്കാരിനോ രാഷ്ട്രപതിക്കോ ഇല്ല. അങ്ങനെ അവർക്ക് കൊടുക്കാത്ത ഒരു അധികാരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കൊടുക്കുന്നതിനോട് അംബേദ്കർ ശക്തമായി വിയോജിച്ചു എന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ അദ്ദേഹത്തിന്റെ എക്സ് പ്ലാറ്റ്ഫോമിലെ പോസ്റ്റിലൂടെ വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കി. ഇതിൽ നിന്നെല്ലാം ഞാൻ കാണുന്നത് കേന്ദ്ര സർക്കാർ ഈ ഒരു വിഷയത്തിൽ, അതായത് നിയമനിർമ്മാണത്തിൽ, അതുപോലെ ജഡ്ജിമാരുടെ അപ്പോയിന്റ്മെന്റിൽ നടത്തുന്ന കൊളീജിയത്തിൽ എന്ന വിഷയത്തിൽ, അതുപോലെ കോടതിയുടെ നടപടികളിലെ സുതാര്യത എന്ന വിഷയത്തിൽ, ഇവയിലൊക്കെ തന്നെ വളരെ കൃത്യമായ ഒരു നിലപാടുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ചർച്ച ഈ അടുത്ത കാലത്ത് ഇവിടെ നടക്കുന്നത്. ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായ നിലപാടും വളരെ കൃത്യമായ ചോദ്യങ്ങളും കേന്ദ്ര സർക്കാർ ചോദിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ സ്വാഭാവികമായിട്ടും ഇത് അങ്ങനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇതിന് മറുപടി ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അഖിലേനോട് ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വരികയാണ്. എന്തായിരിക്കാം ഇതിന്റെ ഒരു അനന്തരഫലം അല്ലെങ്കിൽ പരിണത ഫലം? വളരെ കൃത്യമാണ്. ഈ ചോദ്യങ്ങൾ അങ്ങനെ ആകാശത്തിൽ വായുവിൽ മാഞ്ഞു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ കഴിഞ്ഞ കാലത്തും ഒക്കെ തന്നെ ചില ചോദ്യങ്ങൾ പലരും ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ കോടതി അത് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് 2013 കൊളീജിയത്തിനെ സംബന്ധിച്ച ഒരു പൊതു താല്പര്യ ഹർജി സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ സുപ്രീം കോടതി അത് തള്ളിക്കളഞ്ഞു. അതുപോലെ എനിക്ക് തോന്നുന്നു അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് സദാശിവമാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു പുനഃപരിശോധനയ്ക്ക് തയ്യാറായില്ല. എന്തായാലും ശരി, വരുന്ന ദിവസങ്ങളിൽ, കാരണം വളരെ കൃത്യമായിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരും അതുപോലെ ഉപരാഷ്ട്രപതിയും പറയുന്നുണ്ട്, ഭരണഘടന പ്രകാരം കൊളീജിയം ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുക എന്നൊരു ആർട്ടിക്കിൾ ഒരിടത്തും ഭരണഘടനയിൽ പരാമർശമില്ല. ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇപ്പോൾ ഉയർന്നിരിക്കുന്ന സംശയങ്ങൾ ജനാധിപത്യത്തിന്റെ ശക്തിക്കും അതുപോലെ തന്നെ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പുരോഗതിക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ള ചില സംശയങ്ങളാണ്. അതിന് മറുപടി കിട്ടിയേ പറ്റൂ. ഈ മറുപടികൾ കൊടുക്കാതെ എനിക്ക് തോന്നുന്നില്ല ഇത് പുറകോട്ട് തള്ളിക്കൊണ്ട്, ഇത് കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് ഒരു സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇതിന് ഒരു കൃത്യവും വ്യക്തവുമായ മറുപടി ഉണ്ടാകുമെന്നും നമ്മുടെ ജനാധിപത്യം കൂടുതൽ ശക്തിപ്പെടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.